ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശന പ്രഖ്യാപനം നടത്തി. വൈപ്പിങ്കരയിൽ നിന്നുള്ള 4 സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ 10 KSRTC ബസ്സുകളും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഗോശ്രീ കവലയിൽ വെച്ച് നടന്ന ചടങ്ങിൽ നടത്തി. തുടർന്ന് KSRTC സ്വകാര്യ ബസ്സുകൾ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാക്കനാട്, കളമശ്ശേരി, തൃപ്പൂണിത്തുറ, വൈറ്റില ഹബ്ബ് തുടങ്ങിയ ഇടങ്ങളിലേക്കാണ് പുതിയ ബസ്സുകൾ അനുവദിച്ചിട്ടുള്ളത്. ബസ് ലാഭകരമായാൽ കൂടുതൽ ബസ്സുകൾ അനുവദിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിന് ശേഷം ചലച്ചിത്ര താരങ്ങളായ അന്ന ബെൻ, പൗളി വത്സൻ, ബെന്നി പിങ്ങായിരമ്പലം, മജീദ് എടമലക്കാട്, ബസ്സുകളുടെ നഗരപ്രവേശനത്തിന് സമരരംഗത്തുണ്ടായിരുന്ന ഫ്ളാഗ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് VP സാബു, അനിൽ പ്ലാബിയൻസ് തുടങ്ങിയവർ സ്വകാര്യ ബസ്സിൽ നഗരത്തിലേക്ക് യാത്ര ചെയ്തു. KN ഉണ്ണികൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നമസ്കാരം. ബഹുമാന്യരെ, വൈപ്പിൻ നിവാസികളുടെ ചിരകാല സ്വപ്നമായ ബസ്സുകളുടെ നഗരപ്രവേശനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ആദരണീയനായ ശ്രീ KB ഗണേഷ് കുമാർ അവർകൾ 10 KSRTC ബസ്സുകളും 4 സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇത് സാധ്യമാക്കുന്നതിന് നിരന്തര പ്രയത്നം നടത്തിയ ബഹുമാനപ്പെട്ട വൈപ്പിൻ MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ അവർകൾ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. ഈ ഉദ്ഘാടന ചടങ്ങിലേക്കും തുടർന്ന് നടക്കുന്ന ഫ്ളാഗ് ഓഫിലേക്കും ഏവരെയും സ്വാഗതം ക്ഷണിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ഇത് സാധ്യമാക്കുന്നതിന് നിരന്തരം പ്രയത്നം നടത്തിയ നമ്മുടെ വൈപ്പിൻ സ്വദേശികൾക്ക് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വൈപ്പിൻ MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മന്ത്രിയായതിനു ശേഷം ഗണേഷ് സാർ ആദ്യമായിട്ടാണ് നമ്മുടെ മണ്ഡലത്തിൽ ഔദ്യോഗികമായ ഒരു പരിപാടിക്ക് വരുന്നത്. അദ്ദേഹം നേരത്തെയും നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. വളരെ ഭാവനാസമ്പന്നനും ദീർഘവീക്ഷണമുള്ള നമ്മുടെ മന്ത്രിമാരിൽ ഒരാളാണ് അദ്ദേഹം. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരുപാട് സൗഹൃദങ്ങൾ, നമ്മുടെ സാംസ്കാരിക മേഖലയിലുള്ള ഒരു സൗഹൃദങ്ങൾ നമ്മുടെ നാടുമായിട്ടുണ്ട്. കാരണം നമുക്കൊരു സമ്പന്നമായ ഒരു സാംസ്കാരിക ചരിത്രം കൂടിയുള്ള നാടാണല്ലോ നമ്മുടെ. മാത്രമല്ല, ഞാൻ അദ്ദേഹത്തിൽ കണ്ട ചില പ്രത്യേകതകൾ, ഏത് പ്രയാസമുള്ള സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സാവധാനം കേൾക്കുകയും വളരെ ശാന്തമായി ആ കാര്യങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ ഒന്നും നോ പറയാറില്ല. നമുക്ക് നോക്കാം, പരിഹാരം കാണാം എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. സമർപ്പിച്ച എല്ലാവർക്കുമായി ഹിയറിംഗ് നടത്തുകയുണ്ടായി. അതുപോലെ വൈപ്പിലെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ 30/10/2023 വിവിധ മേഖലകളിലേക്ക് ചില സർവീസുകൾ നീട്ടുന്നതിന് തീരുമാനമെടുക്കുകയുണ്ടായി. കലൂര്, വൈറ്റില, കാക്കനാട് എന്നിവിടങ്ങളിലേക്ക് ദീർഘിപ്പിക്കുന്നതിനായി തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള കരട് വിജ്ഞാപനം അന്തിമമാക്കുന്നതിനുള്ള തുടർ നടപടികൾക്ക് KSRTCയെ ഗതാഗത വകുപ്പ് സമർപ്പിക്കുകയുണ്ടായി. 2023 നവംബർ മാസത്തിലാണ് ഗതാഗത വകുപ്പ് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. പെർമിറ്റിനായി അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടു. 13 സ്വകാര്യ ബസ്സുകളാണ് പെർമിറ്റിന് യഥാർത്ഥത്തിൽ അപേക്ഷിച്ചിട്ടുള്ളത്. 20 KSRTC ബസ്സുകളും അന്ന് ഈ കാലയളവിൽ പെർമിറ്റിന് വേണ്ടി അനുവാദം തേടുകയുണ്ടായി. അതിൽ 4 സ്വകാര്യ ബസ്സുകൾക്കാണ് അനുവാദം നൽകിയിട്ടുള്ളത്. അപേക്ഷകൾ സമർപ്പിച്ച എല്ലാ ബസ് ഉടമകളും ബസ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ബസ്സുകൾക്കെല്ലാം അനുമതി ലഭിക്കും. സ്വാഗതം ആശംസിക്കേണ്ടത് ചീഫ് ട്രാഫിക് ഓഫീസർ KSRTC ആണ്. മന്ത്രി വന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം എല്ലാവരെയും സ്വാഗതം ചെയ്യും. മന്ത്രി അല്പസമയത്തിനകം രാവിലെ മുതൽ എറണാകുളത്തുണ്ട്. ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിലായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഈ മീറ്റിംഗിൽ സംസാരിക്കാനുള്ള ഒരു സന്ദർഭം കൂടി ഒരുക്കുന്നതിനാണ് മന്ത്രി എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പൊതുജനങ്ങൾക്കുള്ള മറ്റ് പ്രയാസങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ഈ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും 2 പ്രമുഖമായ റെസിഡൻസ് അസോസിയേഷന്റെ അപെക്സ് കമ്മിറ്റിയുടെ നേതാക്കന്മാരും രംഗദാസ പ്രഭുവും അഡ്വക്കേറ്റ് VP സാബുവും ഈ വേദിയിലേക്ക് ഉപവിഷ്ടരാകണമെന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട
വ്യക്തികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വേദിയിലിരിക്കുന്ന എല്ലാവരെയും പേരെടുത്ത് ഞാൻ അഭിസംബോധന ചെയ്യുന്നില്ല. വിസ്താര ഭയത്താൽ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നതായി ദയവ് ചെയ്ത് കണക്കാക്കണം. നമ്മുടെ ഇന്നത്തെ ഗ്രോസറി ബസ്സുകളുടെ നഗരപ്രവേശനം അത് പൂർണ്ണമായും സാധ്യതപ്രായമാകുന്ന ഒരു ദിവസമാണിത്. നമുക്കറിയാം, നമ്മുടെ ഈ വൈപ്പിൻകര സമ്പന്നമായ ഒരു ഭൂതകാല ചരിത്രമുള്ള നാടാണ്. 1341 മഹാപ്രളയത്തെ തുടർന്നുണ്ടായ ഈ വൈപ്പിൻകര കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തപ്പെട്ട ഒരു ഭൂമികയാണ്. അന്നു മുതൽ ഇന്നുവരെ ഈ 21ാം നൂറ്റാണ്ടിൽ നാം എത്തിച്ചേരുമ്പോഴും വേണ്ടത്ര ആസൂത്രണങ്ങളില്ലാതെ, വിവിധ വകുപ്പുകളുടെ ഏകോപിതമായ പ്രവർത്തനങ്ങളില്ലാതെ വളർന്നു വന്ന ഒരു പ്രദേശമാണ് വൈപ്പിൻകരയും, പ്രത്യേകിച്ച് വൈപ്പിൻ മണ്ഡലവും. നമുക്കറിയാം, ഇവിടുത്തെ മനോഹരമായ കായലും കടലും ഉമ്മവെച്ചു നിൽക്കുന്ന അതിമനോഹരമായ ഒരു ഭൂമികയാണ് നമ്മുടെ ഈ വൈപ്പിൻകര. ഒരുപാട് സഞ്ചാരികളെ മോഹിപ്പിക്കുന്ന, ആകർഷിക്കുന്ന മനോഹരമായ പ്രദേശമാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഗ്രാമത്തിന്റെ ഗ്രാമീണ വിശുദ്ധി പോലെ തന്നെ ജീവിത വിശുദ്ധി ഉയർത്തിപ്പിടിക്കുന്ന 10,000-കണക്കിന് ആളുകൾ അധിവസിക്കുന്ന, ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ വൈപ്പിൻകരയും തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾ. വൈപ്പിൻ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഗ്രോസറി പാലം വരുന്നതിന് മുമ്പ് ഈ ഗ്രാമങ്ങളിൽ ജനിക്കാനും ഇവിടെ തന്നെ മരിക്കാനും വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു ജനതയായിരുന്നു നൂറ്റാണ്ടുകൾ. അവർക്ക് ഒരസുഖം വന്നാൽ ചികിത്സ തേടി എറണാകുളം പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിന് കായൽ മാർഗവും അതുപോലെ നമ്മുടെ നദികളും കടന്ന് വള്ളങ്ങളും മച്ചുവായും എല്ലാം പിടിച്ചുകൊണ്ട് മാത്രമേ നഗരത്തെ സമീപിക്കാൻ കഴിയുമായിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ നമുക്ക് മുന്നേ സഞ്ചരിച്ച പൂർവ്വസൂരികളായ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും അവരെല്ലാം ആഗ്രഹിച്ചത് ഈ മഹാനഗരവുമായി ബന്ധിപ്പിക്കുന്ന പാലം എന്നുള്ള ആശയം അവരുടെ മനസ്സുകളിൽ ഉയരുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ കൊച്ചി രാജ്യത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിൽ പ്രത്യേകം അടയാളപ്പെടുത്തപ്പെട്ട സഹോദരൻ അയ്യപ്പൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഈ പാലം നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അത് സഫലമാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം, വേർപാടിന് ശേഷം പിന്നെയും എത്രയോ വർഷങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് വൈപ്പിൻകരക്കാരുടെ ദീർഘകാലത്തെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്, പാലം എന്നുള്ള ആശയം. അതിന് നിരന്തരമായിട്ടുള്ള സമരങ്ങൾ നമ്മുടെ ഈ വൈപ്പിൻകരയിൽ നടക്കുകയുണ്ടായി. വിവിധ ഗവൺമെന്റുകളുടെ മുമ്പിൽ യാചനകളുടെ തേങ്ങലിന് പകരം അവകാശബോധത്തിന്റെ അട്ടഹാസം ഉയർത്തി നിരന്തരമായ ശ്രദ്ധേയമായ ഒരുപാട് സമരങ്ങൾ സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ആ തലമുറയിലെ ആ പോരാട്ടങ്ങളുടെ തേരാളിയായിട്ടുള്ള പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് മജ്നു കോമത്ത് നമ്മളോടൊപ്പം ഈ സദസ്സ് പങ്കിടുന്നുണ്ട്. ഇവിടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്നില്ലെങ്കിലും ആ സമരത്തിൽ അതോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നിരുന്ന തൊട്ടപ്പുറത്തെ മുളവുകാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന NK ശരത്ചന്ദ്രൻ, അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. എല്ലാവരെയും ഞാൻ നേരിട്ട് അറിയുന്നവരല്ലെങ്കിലും ആ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ സാന്നിധ്യം കൊണ്ടും ചില ആളുകൾ വേർപിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാം ഈ ഗ്രോസറി പാലത്തിന് വേണ്ടി അവർ നടത്തിയ, അവർ സഹിച്ച ത്യാഗവും അവർ ചൊരിഞ്ഞ ദുരിതവും നമ്മളാരും വിസ്മരിക്കുന്നില്ല. അതെല്ലാം നമ്മൾ നന്ദിയോടുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. എല്ലാ സ്പന്ദനങ്ങളും ലോകത്തെ അറിയിക്കുന്ന മുൻകൈയെടുക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ, സാംസ്കാരിക സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, റെസിഡൻസ് അസോസിയേഷൻ്റെ കൂട്ടായ്മയെ പ്രതിനിധാനം ചെയ്ത വ്യക്തിത്വങ്ങൾ, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹപ്രവർത്തകർ എന്ന് പറയാം, സിനിമാ നടനാണ് ഞാൻ.
ശ്രീ ബെന്നി നായർ എനിക്ക് ഒരുപാട് വർഷമായിട്ട് ആത്മബന്ധമുള്ള എൻ്റെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രിയും മലയാള സിനിമയിലെ ഏറ്റവും ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭ നടിയുമായിട്ടുള്ള അന്നാബൻ, പ്രിയപ്പെട്ട നവീദിക്ക, ശ്രീമതി പൗളി, ഇവിടെ എത്തിയിട്ടുള്ള മറ്റൊരു സാംസ്കാരിക പ്രവർത്തകരെ, നായകന്മാർ, ഒത്തിരി സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് വർഷത്തിന് ശേഷമാണ് വൈപ്പിനും ഒരു പ്രോഗ്രാം വരുന്നത്. ഞാനിപ്പോൾ 2 തവണ മന്ത്രിയായി, 3-ാം തവണ മന്ത്രിയായപ്പോൾ അധികം യാത്രകൾ വേണ്ട എന്ന് തീരുമാനിച്ചു. ജോലി വളരെ കൂടുതലൊരു വകുപ്പാണ്. ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ KSRTC മലയാളിയുടെ മനസ്സിലെ ഏറ്റവും വലിയ സ്നേഹമാണ്. ആ KSRTC കുറച്ചെങ്കിലും ഒന്ന് പച്ചപിടിക്കണം എന്ന് നിങ്ങളും ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പരിശ്രമം എന്ന് പറയുന്നത് മന്ത്രി തന്നെ നേരിട്ട് എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ അറിയാം, ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ തന്നെ എപ്പോഴും ആൾക്കൂട്ടമാണ്. നാട്ടുകാരുടെ പരാതികൾ, ജീവനക്കാരുടെ പരാതികൾ, അവരുടെ പ്രശ്നങ്ങൾ, പിന്നെ KSRTC നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ അടക്കമുള്ള വലിയ വലിയ പരാതികൾ. KSRTC രാജഭരണകാലത്താണ് തുടങ്ങുന്നത്. അവിടെ നിങ്ങോട്ട് പല മാറ്റങ്ങളും KSRTC വന്നിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഒരു പ്രൊഫഷണൽ സമീപനമുള്ള സ്ഥാപനമല്ല KSRTC. കാലാകാലങ്ങളിൽ ഭരിച്ചവരും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ആരുടെയും കുറ്റം ഞാൻ പറയുകയല്ല, ജീവനക്കാരുടെ സംഘടനകളും അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളുമെല്ലാം പലപ്പോഴും അബദ്ധങ്ങളായിരുന്നു. ഈ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയുടെ അവസാനമാണ്. കാരണം ഏതൊരു സ്ഥാപനം, നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ കാണുന്നത്, കേരളത്തിലെ ബാങ്കിങ് സ്ഥാപനങ്ങൾ എടുക്കാം, പത്രസ്ഥാപനങ്ങൾ എടുക്കാം, പത്രങ്ങൾ, മാധ്യമങ്ങൾ, ഇന്ത്യയിലെ അല്ല ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി ഉപയോഗിച്ചാണ് കേരളത്തിൽ പ്രിന്റ് ചെയ്തത്. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുമ്പാണ് മാതൃഭൂമി, മനോരമയൊക്കെ പ്രിന്റിംഗ് ടെക്നോളജി മാറ്റിയത്. ദൃശ്യമാധ്യമങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ടെക്നോളജി ഉപയോഗിക്കുന്നവർ കേരളത്തിലെ മലയാളം ദൃശ്യമാധ്യമങ്ങളാണ്. എല്ലാ രംഗത്തും നമ്മൾ ആധുനികതയുടെ കാലത്ത് മൊബൈൽ ഫോൺ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരും അതിൻ്റെ ഏറ്റവും അധികം സാധ്യതകൾ ഉപയോഗിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നവരും മലയാളികൾ തന്നെയാണ്. പക്ഷെ KSRTC എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് ഒരു പുരോഗതി മാറ്റവും ഉണ്ടായി. ആകെ കടന്നു വന്ന ഒരു ടിക്കറ്റ് വിഷയമാണ്. പക്ഷെ KSRTC ഒരുപാട് മാറേണ്ടിയിരിക്കും. അതുകൊണ്ടാണ് ഈ കഷ്ടപ്പെടുന്നത്. കാരണം ഞാൻ മന്ത്രിയായിട്ട് 1 വർഷമായി. പക്ഷെ പണ്ട് ഞാൻ മന്ത്രിയായപ്പോൾ എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്, ഈ KSRTC ഒരു നല്ല സംവിധാനത്തിൽ, ആധുനിക സംവിധാനത്തിൽ കൊണ്ടുവന്നു മാറി വരുന്ന ഒരു ഭരണകർത്താവിനോ ഒരു ഉദ്യോഗസ്ഥനോ മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഇതിനെ ഒരു സിസ്റ്റം ഫിക്സ് ചെയ്യാവുന്ന ഒരാഗ്രഹമുണ്ട്. നല്ല കുറ്റമറ്റ ഒരു സംവിധാനത്തിൽ ഇതിനെ ഉറപ്പിച്ചാൽ പിന്നീട് അങ്ങ് ഓടിക്കോളും. അതിനുവേണ്ട ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ അതിൻ്റെ നഷ്ടം കുറച്ചു കൊണ്ടിരുന്നു. ജീവനക്കാരുടെ ആത്മാർത്ഥമായ സമീപനമുണ്ട്. അവർക്ക് ജൂലൈ മാസം, ഓഗസ്റ്റ് 2021 ജൂലൈ മുതൽ വിവിധ ഘട്ടങ്ങളായി 2-3 പീസായിട്ടാണ് ശമ്പളം കൊടുത്തത്. ഞാൻ മന്ത്രിയായി ചുമതലയെടുത്ത ആദ്യത്തെ ദിവസത്തിൽ തന്നെ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം ഇതൊരു നിർദ്ദേശം തന്നു. ഇവരുടെ ശമ്പളം ഒരുമിച്ച് കൊടുക്കണം, അത് 1-ാം തീയതി കൊടുക്കണം എന്നതിനെന്താ മാർഗം? ഗണേഷ്കുമാർ ഒരു പദ്ധതി തയ്യാറാക്കണം. ഞാൻ ആലോചിച്ചു, ഒരു പദ്ധതി തയ്യാറാക്കിയാൽ അദ്ദേഹത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്തു. അദ്ദേഹത്തിന് അതിന് 101% ആത്മാർത്ഥതയോടെ അദ്ദേഹം ഒരു പിന്തുണ. കഴിഞ്ഞ മാസം നമുക്ക് 3-ാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു. ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു ഓഗസ്റ്റിൽ. 3-ാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു. അടുത്ത മാസം മുതൽ 1-ാം തീയതി ശമ്പളം കാണും. പലർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്ക് ചിലർക്ക് സംശയമുണ്ട്, നടക്കും ഇങ്ങനെയും കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. ജീവനക്കാരുടെ ഒരു സംതൃപ്തി വളരെ അത്യാവശ്യമാണ്. കാരണം അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി ചെയ്യുന്നത്. എളുപ്പമുള്ള ജോലിയല്ല ഒരു ബസ് ഓടിച്ച് പോവുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകളൊക്കെ വളരെ പ്രയാസമുള്ളതാണ്. പക്ഷെ നമ്മുടെ ബസ്സുകളുടെ കണ്ടീഷനും അത്ര നല്ലതെന്നാണ്. പുതിയ ബസ്സുകൾ തന്നെ അതിനുള്ള പണവും ഈ സർക്കാർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 9 വർഷം കൊണ്ട് 10,000 കോടി രൂപയാണ് KSRTC നിലനിർത്താൻ വേണ്ടി സർക്കാർ തരുന്നത്. ഒരു മാസം 50 കോടി രൂപയാണ് ശമ്പളം ഇനത്തിൽ മാത്രം, ശമ്പളം നൽകാനുള്ള സഹായം എന്ന നിലയിൽ KSRTC നൽകുന്നത്. ഏതാണ്ട് അതിലധികം, ഏതാണ്ട് 70 കോടിയോളം രൂപ KSRTC പെൻഷന് വേണ്ടി ചെല്ലുന്നു. ശമ്പളത്തെക്കാൾ കൂടുതൽ പെൻഷൻ കൊടുക്കുന്ന സ്ഥാനം. ഞാൻ പറഞ്ഞല്ലോ, ഭരണകർത്താക്കൾ മാറി മാറി വരുമ്പോൾ അവരെടുത്തിട്ടുള്ള ചില അശാസ്ത്രീയവും ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ ഈ പ്രസ്ഥാനത്ത് നശിപ്പിച്ചു. നമ്മൾ നോക്കും, ഒരു മന്ത്രി വന്നു, അദ്ദേഹം എല്ലാ ജീവനക്കാർക്കും പെൻഷൻ പ്രഖ്യാപിക്കുക.
എവിടുന്നാണ് കൊടുക്കേണ്ടത്? ഈ കഷ്ടപ്പെട്ട് ഈ ബസ് ഓടിച്ച് കിട്ടുന്ന ടിക്കറ്റിന്റെ വരുമാനത്തിൽ നിന്നും പെൻഷൻ കൊടുക്കണം ഒരു മന്ത്രി എന്ന് പ്രഖ്യാപിക്കാൻ. ആരുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കാക്കടെ തടി തേവരുടെ ആന വലിയടാ വലിയ. അങ്ങനെ വലിക്കുകയാണ്. കാരണം ആ വ്യക്തി വർഷങ്ങൾക്ക് ശേഷം ഞാൻ 2001 മന്ത്രിയായിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, അനിയ ഞാനാണ് ഇതിൽ പെൻഷൻ ഏർപ്പെടുത്തിയത്. ഞാൻ അദ്ദേഹത്തെ 2 കൈ എടുത്തത് തോന്നി. അപ്പൊ അങ്ങനെയാണ് ഇതിനെ ഈ പരുവത്തിലാക്കിയത്. കാരണം ഇന്ത്യയിലെ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും പെൻഷൻ ഇവിടെ മാത്രമേ ഉള്ളൂ. പെൻഷൻ ബാധ്യത എന്ന് പറയുന്നത് ശമ്പളത്തെക്കാൾ കൂടുതലാണ്. മാത്രമല്ല നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം, KSRTC പെൻഷൻ പറ്റിയ ആളുകൾ തന്നെ, KSRTC ജോലി ചെയ്ത് അതിനെ ആശ്രയിച്ച് ജീവിച്ചവർ തന്നെ പുറത്തു വന്നിട്ട് ചിലര് നിയമം പഠിക്കുന്നു അതിന് ശേഷം, അല്ലെങ്കിൽ ജോലി ഇരിക്കുമ്പോൾ നിയമം പഠിക്കുന്നു, ഈവനിങ് ക്ലാസ്സിലൊക്കെ പോയി പഠിക്കുന്നു. എന്നിട്ട് വന്ന് ഈ കോടതിയിൽ ഹൈക്കോടതിയിലൊക്കെ വന്ന് വെറുതെ കേസ് കൊടുക്കുന്നു. കോടാനുകോടി രൂപ. ഞാൻ എന്നും പ്രാർത്ഥിക്കും, ദൈവമേ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് കോടതി വിധിയൊന്നും വരല്ലേ എന്ന് പ്രാർത്ഥിക്കും. കാരണം 60 കോടി 70 കോടി 80 കോടി 100 കോടി രൂപ കൊടുക്കാനുള്ള ഉത്തരവുകൾ ഇനി വാങ്ങിക്കുവാണ്. ആരാ ഇതിനകത്ത് വിളിക്കുന്നുള്ള ആളാന്ന് വിചാരിക്കരുത്. നാട്ടുകാരല്ല ഇതിൽ തന്നെ ജോലി ചെയ്ത് ഇതിന്റെ ശമ്പളം പറ്റി, ഇതിന്റെ പെൻഷൻ പറ്റി, ഇതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഏറ്റുവാങ്ങി ഇതിനെ ചെയ്യാവുന്ന വിധത്തിലൊക്കെ നശിപ്പിച്ചിട്ട് പുറത്തു പോയി വീണ്ടും ഇതിനെ വയസ്സുകാലത്ത് ഇതിനെ ആക്രമിക്കാൻ വെറുതെ കേസ് വന്ന് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുവാൻ. വേറെ കാര്യം പിരിവൊക്കെ എടുക്കും. ഒരു 2000 രൂപ വെച്ച് എല്ലാവരും നിങ്ങൾ പിരിവെടുക്കും. ഇതിൽ തന്നെ കേസ് കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലും എടുക്കും എന്ന് ഞാൻ നിർദ്ദേശിച്ചു. നമ്മൾ ആലോചിക്കണം കേട്ടോ, എന്താണ് അതിനകത്ത് ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയാതെ ഇവിടെയുള്ള ജനങ്ങൾ ഇരിക്കാൻ പാടില്ല. ഒരു കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊരു സൂചന കിട്ടി. അപ്പൊ ഞാൻ KSRTC MP പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫയൽ എല്ലാം എടുത്ത് റെഡിയാക്കിക്കോ. കേസിന് പോകുമ്പോൾ അപ്പൊ തന്നെ നമ്മളും കോടതിയിൽ എത്തണം. രേഖകൾ കൃത്യമായി കോടതിയിൽ ഹാജരാക്കി നമുക്ക് ഈ കേസ് എതിർക്കാം, നേരിടാൻ പറ്റും. എന്താ ഒരു സംഭവം വേണ്ട എന്ന് എഴുതി തന്ന ഒരു ഡോക്യുമെന്റ് അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഒരു കാരണവശാലും ഒരു സാധ്യതയില്ല. എന്ത് ചെയ്തു? ഇതുമായി ബന്ധപ്പെട്ട സർവ്വരേഖകളും തപ്പം ഒന്നും കാണാനില്ല. ഓടിച്ചു മാറ്റി, ഇതെല്ലാം അടിച്ചു മാറ്റി. അവിടുന്ന് ഇതെല്ലാം അടിച്ചു മാറ്റി. ഇപ്പൊ ഇടതുകാലത്താണ്, കഴിഞ്ഞ 2-3 മാസം മുമ്പാണ് ഈ രേഖയെല്ലാം അടിച്ചു മാറ്റിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കോടതിയെ സമീപം നമ്മൾ നോക്കുമ്പോൾ ഒരു രേഖയില്ല. നമ്മൾ കോടതി ചെന്ന് കൈ മരത്തിൽ നിൽക്കും. എന്താ രേഖ പോലുണ്ടെന്ന് വെച്ചാൽ കയ്യിലെ രേഖ മാത്രമേ ഉള്ളൂ. ശങ്കരാടിച്ചേട്ടൻ കാണിച്ചാൽ കയ്യിലെ രേഖ മാത്രമേ കാണത്തുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തേക്കാൻ പറഞ്ഞു. രേഖകൾ കാണാൻ റെക്കോർഡുകൾ മോഷ്ടിച്ചു. ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. ഇന്റേണൽ വിജിലൻസിനെ അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്തു. തിരുവനന്തപുരത്തെ ചീഫ് ഓഫീസിൽ ഇരിക്കുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ സാധനം മോഷണം പോയി എന്നൊരു കേസ് കൊടുക്കണം. നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, 4 ദിവസത്തിനുള്ളിൽ എല്ലാ സാധനവും ഓഫീസിൽ തിരിച്ചു വന്നു. ഈ സാധനം മുഴുവൻ എടുത്ത് കസ്റ്റഡി വെച്ച് കൂട്ടി കേസിനൊട്ട് പോയതുമില്ല. അപ്പൊ ഇതാണ് പരിപാടി. കേസിന് പോകുന്നതിന് മുമ്പേ സർവ്വ സാധനങ്ങളും റെക്കോർഡുകളും മോഷ്ടിച്ചു മാറ്റി. ഇത് KSRTC ജീവനക്കാരുടെ കേസാന്ന് വിചാരിക്കരുത്. സുപ്രീം കോടതിയിൽ ഒരു ടയർ കമ്പനിക്കാരന്റെ കേസ് നടക്കുന്നു. ഈ കേസിലെ സർവ്വരേഖകളും മോഷ്ടിച്ചു മാറ്റി. ഹൈക്കോടതിയിൽ കേസ് തോറ്റ് KSRTC കോടിക്കണക്കിന് രൂപ കൊടുക്കേണ്ട ഒരു സ്ഥിതിയിൽ ഡൽഹിയിലെത്തുമ്പോൾ സാധനം തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ടു. ഈ സാധനം കൊണ്ട് സുപ്രീം കോടതി കൊടുക്കുമ്പോൾ ഇത് ഇത്തരം താഴത്തെ കോടതി കാണിക്കാതെ കൊണ്ടുപോകുന്നു പറയാം. താഴത്തെ കോടതിയിൽ കേസ് നടക്കുമ്പോൾ ഈ സാധനം മുഴുവൻ ഒടുവിലായിരുന്നു. ഞാൻ താഴെയെല്ലാം തോറ്റി മേളിലെത്തി KSRTC. ഇനി KSRTC കോടിക്കണക്കിന് ഈ കമ്പനിക്കാരന് കൊടുക്കണം എന്ന് വിധി വരുന്ന സമയത്ത് അവിടെ ചെന്നപ്പോൾ എല്ലാ സാധനവും തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ടു. ഇതെല്ലാം മാറിക്കൊണ്ട് സുപ്രീം കോടതി ചെല്ലുമ്പോൾ കോടതി ചോദിക്കുക, ഇത് ഇതുവരെ ഇവിടെ വെച്ചിരുന്നു, താഴത്തെ കോടതി കാണിച്ചില്ല, കൊണ്ടുപോകാൻ പറയുക, ഓടിച്ചു വിടുക. MLA-മാരെ ജനകീയ സഭ കൂടി കഴിഞ്ഞ നിയമസഭ 2 ദിവസം നിയമസഭാ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് 503 പുതിയ റൂട്ടുകൾ, ഏതാണ്ട് 1100 പുതിയ റൂട്ടുകളാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ KSRTC തർക്കമുള്ള സ്ഥലങ്ങളുണ്ട്, പിന്നെ പ്രൈവറ്റ് ബസ് കയറാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്. അതിനെ ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് 503 വെർജിൻ റൂട്ട്സുകൾ, അതായത് ഇതുവരെ ഒരു ബസ് KSRTC ബസ്സോ പ്രൈവറ്റ് ബസ്സോ ഒന്നും പോയിട്ടില്ലാത്ത 503 റൂട്ടുകൾ സർക്കാർ കൊടുക്കാൻ പോകാൻ പ്രൈവറ്റ് ബസ് ഓടിക്കാൻ. ഇനി പെർമിറ്റ് അല്ല, അത് ലൈസൻസാണ്. അതായത് ഒരാളൊരു ബസ് എടുത്തു, അയാൾ ഓടുന്ന വഴിക്ക് എല്ലാവരും കൂടെ കൊള്ളുക, അവന് കണക്ഷൻ ഉണ്ടെന്ന് അറിയാൻ അവനെ പിച്ചക്കാരനാക്കിയിട്ട് പിന്നെ മാറുള്ളൂ. മലയാളിക്ക് അങ്ങനെ സുഖമാണ്. ഒരാളൊരു മുറുക്കാൻകട ജംഗ്ഷനിൽ തുടങ്ങിയാൽ നന്നായി പോകുന്ന കണ്ടാൽ 6 മുറുക്കാൻകടയും കൂടെ തുടങ്ങും. ഇവർ 7 പേരും കൂടി ചട്ടിയെടുത്ത് അവസാനം പൊളിഞ്ഞു തരുന്നത്. ഇതാണ് നമ്മുടെ ഒരു ശൈലി. അങ്ങനെ ഈ പ്രൈവറ്റ് ബസ് അങ്ങനെയാണ് പൊളിഞ്ഞറിയാം. ഞാൻ 2000 മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ 26,000 പ്രൈവറ്റ് ബസ് ഉണ്ടായി. 24,000 പ്രൈവറ്റ് ബസ് ഉണ്ടായി. അത് കഴിഞ്ഞ് 2006 ആയപ്പോഴത്തേക്കും പ്രൈവറ്റ് ബസ് അങ്ങ് വർദ്ധിച്ചു. ഗൾഫുകാരെല്ലാം പ്രൈവറ്റ് ബസ് എടുക്കുക. അങ്ങനെ 28,000 പ്രൈവറ്റ് ബസ് കേരളത്തിൽ ഉണ്ടായി. എന്ന് 2006
2001 ഞാൻ മന്ത്രിയാവുന്നത്. 2006 22,000 പ്രൈവറ്റ് ബസ്സായി. ഇപ്പൊ കേരളത്തിൽ എത്ര പ്രൈവറ്റ് ബസ് ഉണ്ടെന്നറിയാം? 7,000 താഴെ പ്രൈവറ്റ് ബസ്. ഒരു പ്രൈവറ്റ് ബസ് നിൽക്കുമ്പോൾ സർക്കാരിന് ഒരു വർഷം 1 ലക്ഷം രൂപ ടാക്സ്. ഒരു പ്രൈവറ്റ് ബസ് നിൽക്കുമ്പോൾ 3 പേർക്ക് ശരാശരി ജോലി പോകും. ഒരു ഡ്രൈവർ, ഒരു കണ്ടക്ടർ ചെയ്യുന്നത് 3 പേർക്ക് ജോലി പോകും. അങ്ങനെ 22,000-ൽ നിന്നും 7,000 താഴെ വരുമ്പോൾ എന്തുമാത്രം ബസ്സുകൾ ഈ രാജ്യത്ത് നിന്നും, എത്രമാത്രം ഇവരെ മിനിമം 50 മുതൽ 100 ലിറ്റർ ഡീസൽ അടിക്കും ഒരു ദിവസം. ഇതിന്റെ ടാക്സും കേരള സർക്കാരിന് കിട്ടേണ്ടതാണ്. നമ്മുടെ ഖജനാവ് ചോരുന്നത് എങ്ങനെയാണ്? വഹിക്കുന്നത് നമ്മുടെ വൈപ്പിൻകരയുടെ ചിരകാല സ്വപ്നം എന്ന് നമ്മൾ 2004 തുടങ്ങി. നമുക്കറിയാം, ഇന്ന് വരും നാളെ വരും നമ്മൾ നഗരത്തിലേക്ക് പ്രവേശിക്കുമെന്ന് കണ്ണും നട്ട് കാത്തിരിക്കുന്ന പാട്ട് പറയുന്ന പോലെ നമ്മൾ കണ്ണും നട്ട് കാത്തിരുന്ന ആ ചിരകാല സ്വപ്നം ഇന്ന് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഈ വൈപ്പിൻ ജനതയുടെ, വൈപ്പ് തുടങ്ങി മുനമ്പം വരെയുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ, നിർമ്മാണ തൊഴിലാളികളുടെ, ഇവിടത്തെ സ്ത്രീകളുടെ, ഇവിടത്തെ സഹോദരങ്ങളുടെ, ഇവിടത്തെ ജനപ്രതിനിധികളുടെ ഒക്കെ തീവ്രമായ വിപ്ലവകരമായ സമരങ്ങൾക്കാണ് ഇന്ന് ഇവിടെ വിജയം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ ജനങ്ങൾക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവകാശ കമ്മീഷന്റെ, ഗോശ്രീ മനുഷ്യാവകാശ സമര സമിതിയുടെ വളരെ നല്ല രീതിയിലുള്ള സമരപരിപാടികൾ നടത്തി. അതേപോലെ തന്നെ ബഹുമാന്യനായ MP, ചരിത്രത്തിൽ എന്റെ ഒക്കെ ഓർമ്മകളിൽ നമുക്കറിയാം, MP ശ്രീ ഹൈബി ഈഡൻ ഈ ഗോശ്രീ ജംഗ്ഷനിൽ നിരാഹാരം ഇരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ബഹുമാന്യനായ MLA അടക്കമുള്ള ജനകീയരായിട്ടുള്ള ജനപ്രതിനിധികളുടെ നിരന്തരമായ സമരങ്ങൾക്ക് ഇന്ന് യാഥാർത്ഥ്യമായി സ്വപ്നങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. കാലം വരുന്ന ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങൾ നമ്മൾ ഒരാൾ മാത്രമല്ല, എല്ലാം രാഷ്ട്രീയമായാലും സാംസ്കാരികമായാലും നമ്മുടെ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ആ ആവശ്യം അതിൻ്റെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും പ്രവർത്തിച്ചത് നമ്മുടെ MLA ആണ്. MLAക്കും നമ്മുടെ ഈ കാര്യം സാധിച്ചു തന്ന സർക്കാരിന് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇനിയുള്ള കാര്യങ്ങളിലും ഈ ജനങ്ങൾ MLAയോടൊപ്പം നിൽക്കും എന്നുള്ള ഉറപ്പാണ് നമുക്കുള്ളത്. അതാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു കൂടിയാണ്. നമുക്കറിയാം, വൈപ്പിൻകരയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഗോശ്രീ പാലങ്ങൾ വന്നപ്പോഴുള്ളൊരു ആഹ്ലാദം പതുക്കെ പതുക്കെ നമ്മൾക്ക് പിന്നീട് നഗരത്തിലോട്ട് അടുക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. നമ്മളെ പാവപ്പെട്ട സ്ത്രീജനങ്ങളടക്കമുള്ള നമ്മളുടെ വീടുകളിൽ നിന്ന് ഓരോരുത്തരും ജോലിക്ക് പോകുമ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും നമ്മൾ ഏവർക്കും പരിചിതമാണ്. കാരണം ഇതൊന്നും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യം, നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു സംഭവത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ എല്ലാം ഓർമ്മയിൽ എൻ്റെ അമ്മ വീട് ഇതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ മജ്ലിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ വീടുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള ആളുകളാണ്. അവരുടെ എല്ലാം നേതൃത്വത്തിൽ, ഒരാളെ മാത്രം എടുത്തു പറയുന്നു എന്ന് കരുതേണ്ടതില്ല, അവരുടെ എല്ലാം നേതൃത്വത്തിൽ പാലത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയും പാലം സാക്ഷാത്കരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും നമ്മുടെ എല്ലാം ഉള്ളിൽ ഈ ഒരു വിവേചനം കൂടി മാറണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. ചെറിയൊരു വിവേചനം തന്നെയാണ് എന്നുള്ളത് നമ്മൾ വിലയിരുത്തിയതുമാണ്. അതായത് എല്ലായിടത്തു നിന്നും, അന്യ ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ, തൊട്ടടുത്തുള്ള കോട്ടയം ഉൾപ്പെടെയുള്ള, ഇടുക്കി ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ നമ്മുടെ പ്രദേശത്തേക്ക് നേരിട്ട് എത്തിച്ചേരുമ്പോൾ എന്തുകൊണ്ട് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന നമുക്ക് എത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളത്, ആ ഒരു വിവേചനത്തിന് ഇപ്പോൾ ഇവിടെ അവസാനം കുറിച്ചിരിക്കുകയാണ്.